Hello, Bharathiar University STE BA English second year. ഇംഗ്ലീഷിലെ യൂണിറ്റ് 2 പോയട്രി. ലെസൺ 2 നെക്സ്റ്റ് പ്ലേസ്. ഫിലിപ്പ് ലാർക്കിൻ 1922 to 1985. Prelude of the poem. Prelude means ആമുഖം. Discuss the topic. Waiting, a pleasant or an unpleasant one. Share your experience. പ്ലസൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺപ്ലസൻ്റ് ആയിട്ടുള്ള ഒന്നിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്, ആ സമയത്ത് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ. അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും മിക്കവാറും. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഷെയർ ചെയ്യാനാണ് പറയുന്നത്. പ്ലസൻറ്റ് മീൻസ് സന്തോഷം, സുഖകരം, പ്രസന്നം എന്നൊക്കെയാണ് പ്ലസൻറ്റിൻ്റെ മീനിങ്. ബ്രേക്ക് ടൈം ചാറ്റ്. റിലേറ്റ് സം ലിറ്റററി വർക്ക്സ് വിച്ച് ക്യാരി ദ കൺസെപ്റ്റ് ഓഫ് വെയിറ്റിംഗ്. വെയിറ്റിംഗ് എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവരുന്ന ലിറ്റററി വർക്ക്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ദ പോയം വിസിറ്റർ ബൈ നിസീം എസീക്കിൽ. ഒബ്ജക്റ്റ് ഈസ് ടു മിറർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹ്യൂമൻ നേച്ചർ, പർട്ടിക്കുലർ എക്സ്പെക്റ്റേഷൻസ്. ഹ്യൂമൻ നേച്ചറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, മനുഷ്യരുടെ ഒരു നേച്ചറിൻ്റെ ഒരു സ്വഭാവം, മനുഷ്യ സ്വഭാവം പ്രതിഫലിപ്പിക്കുക. അതാണ് ഈ ഒരു ലെസണിൻ്റെ ഒബ്ജക്റ്റീവ്, ലക്ഷ്യം എന്നുള്ളത്. പർട്ടിക്കുലർലി എക്സ്പെക്റ്റേഷൻസ്, പ്രതീക്ഷകൾ എന്നുള്ള ഒരു ഹ്യൂമൻ നേച്ചർ, അതിനെക്കുറിച്ചുള്ള കാര്യമാണ് ഇതിൽ പറയുന്നത്. ഓതേഴ്സ് ബയോഗ്രഫി. ഫിലിപ്പ് ലാർക്കിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഫിലിപ്പ് ആർത്തർ ലാർക്കിൻ was born in August 9, 1922 in Coventry. He was the second child and only son of Sydney and Eva Larkin. Sydney Larkin was a city treasurer between the years 1922 to 44. Larkin's sister, some 10 years his senior, was called Catherine but was known as Kitty. അപ്പോൾ ഫിലിപ്പ് ലാർക്കിൻ എന്നുള്ള നമ്മുടെ ഓതറിൻ്റെ മുഴുവൻ പേര് ഫിലിപ്പ് ആർത്തർ ലാർക്കിനാണ്. അദ്ദേഹം 1922 ഓഗസ്റ്റ് 9 ജനിച്ചു. രണ്ടാമത്തെ കുട്ടിയായിരുന്നു അവരുടെ അച്ഛനും അമ്മേൻ്റെയും. സിഡ്നി ആൻഡ് ഇവ ലാർക്കിൻ എന്നാണ് അച്ഛൻ്റെ അമ്മയുടെയും പേര്. ആകെയുള്ള ഒരു മകനുമായിരുന്നു. ഇവരുടെ അച്ഛന് ഒരു സിറ്റിയിലുള്ള ട്രഷറർ ആയിരുന്നു. ഈ ലാർക്കിന് ഒരു സിസ്റ്റർ ഉണ്ട്, കാതറിൻ എന്നാണ് പേര്. 10 years ഓൾഡ് ആണ്, 10 വയസ്സിന് മൂത്തതാണ്. കിറ്റി എന്ന് വിളിക്കും. ഹി അറ്റൻഡഡ് ദ സിറ്റീസ് കിങ് ഹെൻറി 8 സ്കൂൾ ബിറ്റ്വീൻ 1930 and 1940 and made regular contributions to the school magazine The Coventryan, which between 1939 and 1940 he also helped to edit. അപ്പോൾ അദ്ദേഹം സിറ്റിയിലുള്ള കിങ്സ് ഹെൻറി 8 സ്കൂളിൽ ജോയിൻ ചെയ്തു. അവിടെ 1930 മുതൽ 1940 വരെ അവിടെ പഠിച്ചു. അവിടുത്തെ സ്കൂൾ മാഗസിൻ ദ കോവൻട്രിയനിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ്, അദ്ദേഹത്തിന് സംഭാവനകൾ ഒരുപാടുണ്ടായിരുന്നു. പിന്നെ അത് എഡിറ്റ് ചെയ്യാനും അദ്ദേഹം ഹെൽപ്പ് ചെയ്തിരുന്നു. ആഫ്റ്റർ ലീവിങ് കിങ് ഹെൻറി 8 he went to St. John's College, Oxford, and despite the war, Larkin had failed his army medical because of his poor eyesight, was able to complete his degree without interruption, graduating in 1943 with a first-class honors in English. His closest friends at Oxford were Kingsley Amis and Bruce Montgomery. കിങ് ഹെൻറി 8 സ്കൂളിൽ നിന്നും ഇറങ്ങിയതിന് ശേഷം സെൻറ്റ് ജോൺസ് കോളേജ്, ഓക്സ്ഫോർഡ്, ഇവിടെയൊക്കെ അദ്ദേഹം പഠിച്ചു. ഡെസ്പൈറ്റ് ദ വാർ ഉണ്ടായിട്ടും ഹി വാസ് ഏബിൾ ടു കംപ്ലീറ്റ് ഹിസ് ഡിഗ്രി വിത്തൗട്ട് ഇൻട്രപ്ഷൻ. ഒരു തടസ്സമില്ലാതെ അദ്ദേഹത്തിൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതിൻ്റെ കാരണം എന്താണെന്ന് പറയുന്നുണ്ട്. ലാർക്കിൻ ഹാഡ് ഫെയിൽഡ് ഹിസ് ആർമി മെഡിക്കൽ ബിക്കോസ് ഓഫ് ഹിസ് പുവർ ഐസൈറ്റ്. ആർമി മെഡിക്കലിൽ അദ്ദേഹം ഫെയിൽ ചെയ്തു, കാരണം അദ്ദേഹത്തിൻ്റെ പൂറായിട്ടുള്ള ഐസൈറ്റ്, അതായത് ഐസൈറ്റിൻ്റെ പ്രശ്നം കാരണം ആവശ്യമുള്ള അത്ര ഐസൈറ്റ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അദ്ദേഹം 1943 ഇംഗ്ലീഷിൽ ഫസ്റ്റ് ക്ലാസ്സോടെ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തു.
പിന്നെ അദ്ദേഹത്തിൻ്റെ ഓക്സ്ഫോർഡിലെ ക്ലോസ് ഫ്രണ്ട്സ് ആരൊക്കെയാണെന്ന് പറയുന്നുണ്ട്. കിങ്സ്ലി എമിസ് ആൻഡ് ബ്രൂസ് മോൺഗോമറി. The first of his poems to be published in a national weekly was Ultimatum, which appeared in The Listener, November 28, 1940. Then in June 1943, 3 of his poems were published in Oxford Poetry. These were A Stone Church Damaged by a Bomb, A Stone Church Damaged by a Bomb, Methodological Introduction, and I Dreamed of an Outthrust Arm of Land. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പോയംസ് പബ്ലിഷ് ചെയ്ത കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ആദ്യം വന്നിട്ടുള്ള ഒരു നാഷണൽ വീക്കിലിയിൽ അൾട്ടിമാറ്റം എന്ന് പറയുന്ന ഒരു പോയമായിരുന്നു. ആഫ്റ്റർ ഗ്രാജുവേറ്റിംഗ് ലാർക്കിൻ lived with his parents for a while before being appointed as a librarian at Wellington, Shropshire in November 1943. 2 novels, Jill and A Girl in Winter, were published in 1946 and 1947 respectively. അപ്പോൾ അദ്ദേഹം ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെയും കൂടെ ഒരുപാട് കാലം താമസിച്ചു. വെല്ലിംഗ്ടണിലെ ലൈബ്രറിയൻ ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നതിന് മുന്നേ അദ്ദേഹം പബ്ലിഷ് ചെയ്തു അദ്ദേഹത്തിൻ്റെ പോയംസ്, 2 പോയംസ് പബ്ലിഷ് ചെയ്തു. Larkin took up the position of librarian at the University of Hull on March 21, 1955, and it was in October of that year that The Less Deceived was published. It was this collection that would be the foundation of his reputation as one of the foremost figures in 20th century poetry. അപ്പോൾ ലാർക്കിൻ മാർച്ചിൽ ലൈബ്രറിയനായിട്ട് ഹൾ യൂണിവേഴ്സിറ്റിയിലെ ലൈബ്രറിയനായിട്ട് ചാർജ് എടുത്തു. ആ വർഷം തന്നെ ഒക്ടോബറിൽ ദ ലെസ് ഡിസീവ്ഡ് എന്ന് പറയുന്ന ഒരു ബുക്ക് അല്ലെങ്കിൽ ഒരു പോയം അത് പബ്ലിഷ് ചെയ്തു. It wasn't until 1964 that his next collection, The Whitsun Weddings, was published. Again, the collection was well received and widely acclaimed. And the following year, Larkin was awarded the Queen's Gold Medal for Poetry. അത് ലാർക്കിന് കിട്ടിയ ഒരു അവാർഡായിരുന്നു ക്വീൻസ് ഗോൾഡ് മെഡൽ ഫോർ പോയട്രി. ഇൻ മിഡ് 1985, Larkin was admitted to hospital with an illness in his throat, and on June 11th, an operation was carried out to remove his esophagus. His health was deteriorating, and when he was awarded the much prized Order of the Companion of Honor, he was unable, because of ill health, to attend the investiture, which was due to take place at Buckingham Palace on November 25. He received the official notification courtesy of the Royal Mail. Philip Larkin died of cancer at 1:24 a.m. on Monday, December 2, 1985. He was 63 years old. അപ്പോൾ 1985 പകുതിയായ ഒരു സമയത്ത് അദ്ദേഹത്തിന് ത്രോട്ടിൽ ഒരു പ്രശ്നം, ഒരു അസുഖമായിട്ട് അദ്ദേഹത്തിനെ ഹോസ്പിറ്റലൈസ് ചെയ്തു. ജൂൺ 11 അദ്ദേഹത്തിന് ഒരു ഓപ്പറേഷൻ ചെയ്തു. അങ്ങനെ ഈസോഫാഗസ് റിമൂവ് ചെയ്തു. ആ സമയത്ത് അദ്ദേഹത്തിന് ഒരു അവാർഡ് കിട്ടിയിരുന്നു. പക്ഷേ ആ അവാർഡ് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. കാരണം ഈ അസുഖം കാരണം കഴിഞ്ഞില്ല. പിന്നെ അദ്ദേഹം ക്യാൻസർ വന്ന് മരിക്കുകയാണ് ചെയ്തത്. ഡിസംബർ 2 ആ ഒരു വർഷം തന്നെ 1985 അദ്ദേഹത്തിന് 63 ഇയേഴ്സ് ആയ സമയത്ത് ക്യാൻസർ മൂലം അദ്ദേഹം മരിക്കുകയാണ് ചെയ്തത്. നെക്സ്റ്റ് ടെക്സ്റ്റ്. ഓൾവേസ് ടു ഈഗർ ഫോർ ദ ഫ്യൂച്ചർ, we pick up bad habits of expectancy. Something is always approaching every day, till then we say. Watching from a bluff, the tiny, clear, sparkling armada of promises draw near. How slow they are, and how much time they waste, refusing to make haste. Yet still they leave us holding wretched stalks of disappointment, for though nothing barks, each big approach leaning with a brass work printed, each rope distinct.
Flagged and the figurehead with golden teeth, arcing our way. It never anchors. It's no sooner present than it turns to past, right to the last. We think each one will heave to and unload all good into our lives, all we are owed for waiting so devotedly and so long. But we are wrong. Only one ship is seeking us, a black-sailed unfamiliar, towing at her back, a huge and birdless silence. In her wake, no waters braid or break. അപ്പം ഓൾവേസ് ടു ഈഗർ ആകാംക്ഷ, എപ്പോഴും ആകാംക്ഷയോടെയാണ്. ഫോർ ദ ഫ്യൂച്ചർ, ഭാവിയെക്കുറിച്ച്, എപ്പോഴും ഭാവിയെക്കുറിച്ച് ആകാംക്ഷയുള്ളവരാണ്. വി പിക്കപ്പ് ബാഡ് ഹാബിറ്റ്സ് ഓഫ് എക്സ്പെക്റ്റൻസി പ്രതീക്ഷയുടെ മോശം ശീലങ്ങൾ, ബാഡ് ഹാബിറ്റ്സ് മോശം ശീലങ്ങൾ, വി പിക്കപ്പ് നമ്മൾ എടുക്കുന്നു. സംതിങ് ഈസ് ഓൾവേസ് അപ്രോച്ചിങ് സമീപിക്കുന്നു, എല്ലായ്പ്പോഴും എന്തോ നമ്മളെ സമീപിക്കുന്നു. എവ്രി ഡേ ടിൽ ദെൻ വി സേ, അതുവരെ എല്ലാ ദിവസവും ഞങ്ങൾ പറയുന്നു. വാച്ചിങ് ഫ്രം എ ബ്ലഫ് ദ ടൈനി ക്ലിയർ സ്പാർക്ലിംഗ് അർമഡ ഓഫ് പ്രോമിസസ് ഡ്രോ നിയർ. പ്രോമിസസിൻ്റെ, വാഗ്ദാനങ്ങളുടെ, ടൈനി ആൻഡ് ക്ലിയർ ചെറുതും വ്യക്തവുമായ, സ്പാർക്ലിംഗ് മിന്നുന്ന, അർമഡ അടുത്ത് വരുന്നത്, ഒരു ബ്ലഫിൽ നിന്നും നിരീക്ഷിക്കുന്നു. ബ്ലഫ് മീൻസ് വെട്ടിത്തുറന്ന് പറയുക, കഠിനമായി പറയുക, പരുഷമായ, കബളിപ്പിക്കുക, പറ്റിക്കുക, ഇതൊക്കെയാണ് മീനിങ് ബ്ലഫിൻ്റെ. അർമഡ പടക്കപ്പൽ കൂട്ടമാണ്. അപ്പോൾ സ്പാർക്ലിംഗ് അർമഡ ഓഫ് പ്രോമിസസ് എന്ന് പറയുമ്പോൾ പ്രോമിസസിൻ്റെ ഒരു സ്പാർക്ലിംഗ് ആയിട്ടുള്ള കൂട്ടം, അതാവും ഉദ്ദേശം. ഹൗ സ്ലോ ദേ ആർ, അവരെത്ര പതുക്കെയാണ്. ആൻഡ് ഹൗ മച്ച് ടൈം ദേ വേസ്റ്റ്, അവരെത്ര സമയം വേസ്റ്റ് ചെയ്തു. റെഫ്യൂസിങ് ടു മേക്ക് ഹേസ്റ്റ്, തിടുക്കം കൂട്ടാൻ റെഫ്യൂസ് ചെയ്യുന്നു, വിസമ്മതിക്കുന്നു. ഹേസ്റ്റ് മീനിങ് തിടുക്കം കൂട്ടുക, തിടുക്കം. യെറ്റ് സ്റ്റിൽ ദേ ലീവ് us ഹോൾഡിങ് wretched സ്റ്റോക്സ് ഓഫ് ഡിസപ്പോയിൻമെൻറ്റ്. wretched നികൃഷ്ടമായ, സ്റ്റോക്സ് തണ്ടുകൾ, ഡിസപ്പോയിൻമെൻറ്റ് നിരാശ. എന്നിട്ടും അവർ നിരാശയുടെ നികൃഷ്ടമായ തണ്ടുകൾ പിടിച്ച് നമ്മെ വിടുന്നു. ഫോർ ദോ നത്തിങ് ബാക്സ് ഈച്ച് ബിഗ് അപ്രോച്ച്, ലീനിങ് വിത്ത് ബ്രാസ് വർക്ക് പ്രിങ്കഡ്. ഓരോ വലിയ അപ്രോച്ചിനെയും, ഓരോ വലിയ സമീപനത്തെയും തടസ്സപ്പെടുത്തുന്നില്ലെങ്കിലും ബാൽക്സ് തടസ്സപ്പെടുത്തുക. ലീനിങ് ചായുന്നു, പ്രിങ്കഡ് അലങ്കരിക്കുക, ചമയുക, മോടിയായി വേഷം ധരിക്കുക എന്നൊക്കെയാണ് മീനിങ്. ബ്രാസ് വർക്ക് കൊണ്ട് ചമയം ചെയ്തിട്ടുള്ള, ബ്രാസ് പിച്ചള. ഈച്ച് റോപ്പ് ഡിസ്റ്റിങ്ക്റ്റ്, ഓരോ കയറും വ്യത്യസ്തമാണ്. ഫ്ലാഗഡ് ആൻഡ് ദ ഫിഗർ ഹെഡ് വിത്ത് ഗോൾഡൻ ടിപ്സ്. ഫ്ലാഗഡ് കൊടിയേറ്റി. ഫിഗർ ഹെഡ് എന്ന് പറഞ്ഞാൽ കപ്പലിൻ്റെ അണിയത്തിൽ നിർത്തിയിരിക്കുന്ന പ്രതിമയാണ്. ടിറ്റ് ചെറുകുതിര, ഗോൾഡൻ നിറത്തിലുള്ള ചെറുകുതിരയുള്ള കപ്പലിൻ്റെ അണിയത്തിൽ നിർത്തിയിരിക്കുന്ന ആ പ്രതിമ, അതും ആർക്കിങ് അവർ വേ, ഞങ്ങളുടെ വഴി വളയുന്നു. ഇറ്റ് നെവർ ആങ്കേഴ്സ്, അതൊരിക്കലും നങ്കൂരമിടുന്നില്ല. ഇറ്റ്സ് നോ സൂണർ പ്രസൻറ്റ് ദാൻ ഇറ്റ് ടേൺസ് ടു പാസ്റ്റ്, അത് ഭൂതകാലത്തിലേക്ക് മാറുന്നതിനേക്കാൾ വേഗത്തിൽ, പ്രസൻറ്റ് അല്ല, റൈറ്റ് ടു ദ ലാസ്റ്റ്, അവസാനം വരെ. വി തിങ്ക് ഈച്ച് വൺ വിൽ ഹേവ് ടു ആൻഡ് അൺലോഡ് ഓൾ ഗുഡ് ഇൻ ടു അവർ ലൈവ്സ്. വി തിങ്ക് ഞങ്ങൾ ചിന്തിക്കുന്നു, ഈച്ച് വൺ ഞങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുന്നു, വിൽ ഹീവ് ടു ഓരോരുത്തരും നമ്മളുടെ ജീവിതത്തിലേക്ക് എല്ലാ നന്മകളും കൊണ്ടുവരും എന്ന് ഞങ്ങൾ കരുതുന്നു, ഞങ്ങൾ ചിന്തിക്കുന്നു. ഓൾ വി ആർ റോവ്ഡ് ഞങ്ങളെല്ലാവരും ഓവ് ചെയ്തിരിക്കുന്നു, കടപ്പെട്ടിരിക്കുന്നു. ഫോർ വെയിറ്റിംഗ് കാത്തിരിക്കുന്നതിനോട്. സോ ഡിവോട്ട്ലി വളരെ ഭക്തിയോടെ. ആൻഡ് സോ ലിങ് ഇത്രയും കാലം. അപ്പോൾ ഇത്രയും കാലം ഭക്തിയോടെ കാത്തിരുന്നതിന്
ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. ബട്ട് വി ആർ റോങ്. പക്ഷേ ഞങ്ങൾ തെറ്റായിരുന്നു. ഓൺലി വൺ ഷിപ്പ് ഈസ് സീക്കിംഗ് അസ്. ഒരു കപ്പൽ മാത്രം നമ്മെ തേടി വരുന്നു. എ ബ്ലാക്ക് സെയിൽഡ് അൺഫെമിലിയർ. ഒരു കറുത്ത കപ്പൽ, അൺഫെമിലിയർ പരിചയമില്ലാത്ത. ടോയിങ് അറ്റ് ഹർ ബാക്ക്. അവളുടെ പുറകിൽ വലിക്കുന്നു. ടോയിങ് വലിച്ചുകൊണ്ടു പോകുന്നു. എ ഹ്യൂജ് ആൻഡ് ബേർഡ്ലെസ് സൈലൻസ്. ഹ്യൂജ് വലിയതും ബേർഡ്ലെസ് സൈലൻസ് പക്ഷികളില്ലാത്തതുമായിട്ടുള്ള നിശബ്ദത. അതായത് പക്ഷികൾ ഉണ്ടാകുന്ന സമയത്ത് അവറ്റകളുടെ സൗണ്ടൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പം അതൊന്നും ഇല്ലാത്ത തരത്തിലുള്ള ഒരു നിശബ്ദത, ഒന്നുമില്ലാത്ത ഒരു വലിയൊരു നിശബ്ദത. ഇൻ ഹർ വേക്ക്. അവളുടെ ഉണർവിൽ. വേക്ക് ഉണരുക. നോ വാട്ടേഴ്സ് ബ്രീഡ് ഓർ ബ്രേക്ക്. ഒരു വെള്ളവും ബ്രീഡ് ചെയ്യുകയോ ബ്രേക്ക് ചെയ്യുകയോ ഇല്ല. ബ്രീഡ് ചെയ്യുക ജനിക്കുക എന്നൊക്കെ പറയും. ബ്രീഡ് എന്ന് വെച്ചാൽ ജനിക്കുക, പ്രജനനം ചെയ്യുക. ബ്രേക്ക് പൊട്ടുക. അപ്പോൾ അവളുടെ ഉണർവിൽ ഒരു വെള്ളവും ജനിക്കുകയോ അല്ലെങ്കിൽ പൊട്ടുകയോ ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് ഫിലിപ്പ് ലാർക്കിൻ്റെ നെക്സ്റ്റ് പ്ലീസ് എന്നുള്ള പോയം. ഔട്ട്ലൈൻ സ്കെച്ച്. ദ പോയം ഓപ്പൺസ് വിത്ത് എ നോട്ട് ദാറ്റ് ഓൾവേസ് പീപ്പിൾ വെയിറ്റ് ടു ഈഗർലി ഫോർ ദ ഫ്യൂച്ചർ. ഈ പോയം ഓപ്പൺ ചെയ്യുന്നത് ആളുകൾ ടു ഈഗറായിട്ടാണ്, വളരെ ആകാംക്ഷയോടെയാണ് ഫ്യൂച്ചറിനെ വെയിറ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു നോട്ട് കൊണ്ടാണ് ഈ ഒരു പോയം ഓപ്പൺ ചെയ്യുന്നത്. വൈൽ ടാർഗറ്റിംഗ് അവർ ഗുഡ് ഫ്യൂച്ചർ വി ടെൻഡ് ടു ഓർ അൺനോയിങ്ലി പിക്കപ്പ് സം ബാഡ് ഹാബിറ്റ്സ്. നമ്മളുടെ ഗുഡ് ഫ്യൂച്ചർ, നമ്മുടെ നല്ല ഭാവി ടാർഗറ്റ് ചെയ്തുകൊണ്ട്, ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ ടെൻഡ് ടു പ്രവണത കാണിക്കുന്നു. ടെൻഡ് പ്രവണത. ഓർ അൺനോയിങ്ലി പിക്കപ്പ് നമ്മൾ അറിയാതെ നമ്മൾ എടുക്കുന്നു. സം ബാഡ് ഹാബിറ്റ്സ് കുറച്ച് ബാഡ് ഹാബിറ്റ്സ് നമ്മൾ നമ്മുടെ നല്ല ഫ്യൂച്ചർ ലക്ഷ്യം വെച്ചുകൊണ്ട് കുറച്ച് ബാഡ് ഹാബിറ്റ്സ്, കുറച്ച് മോശം ശീലങ്ങൾ നമ്മൾ എടുക്കുന്നു. മെനി എ പ്രോമിസസ് വിൽ ക്രോസ് അവർ ലൈഫ് എവറി ഡേ. എല്ലാ ദിവസവും നിരവധി വാഗ്ദാനങ്ങൾ നമ്മുടെ ഒരു ജീവിതത്തിലൂടെ കടന്നു പോകും. ഒരു ദിവസം ഒരുപാട് വാഗ്ദാനങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകും. അതുപോലെ എല്ലാ ദിവസവും നമ്മുടെ ജീവിതത്തിലൂടെ ഒരുപാട് വാഗ്ദാനങ്ങൾ കടന്നു പോകുന്നുണ്ട്. സംടൈംസ് എക്സ്പെക്റ്റേഷൻസ് ലീവ് ബിഹൈൻഡ് us വേസ്റ്റഡ് ഹോപ്സ് ആൻഡ് ട്രേസസ് ഓഫ് ഡിസപ്പോയിൻമെൻറ്റ്. സംടൈംസ് ചിലപ്പോൾ എക്സ്പെക്റ്റേഷൻസ് നമ്മുടെ പ്രതീക്ഷകൾ ലീവ് ബിഹൈൻഡ് us നമ്മളെ പുറകിലേക്കാക്കും. വേസ്റ്റഡ് ഹോപ്സ് അത് വേസ്റ്റായിട്ടുള്ള ഹോപ്പുകൾ, പാഴായിട്ടുള്ള പ്രതീക്ഷകൾ. ആൻഡ് ട്രേസസ് ഓഫ് ഡിസപ്പോയിൻമെൻറ്റ് നിരാശയുടെ ട്രേസസ് ആയിട്ട് മാറ്റും. അപ്പം ചില സമയത്ത് നമ്മുടെ എക്സ്പെക്റ്റേഷൻസ്, നമ്മുടെ പ്രതീക്ഷകൾ, നമ്മുടെ പ്രത്യാശകൾ അത് നിരാശയുടെയും അതുപോലെ വേസ്റ്റ് ഓഫ് ഹോപ്പിൻ്റെയും ഒക്കെ ട്രേസസ് ആയിട്ട് മാറ്റും. വി കനോട്ട് പ്രിവെൻറ്റ് ദ ഫ്യൂച്ചർ വിച്ച് അപ്രോച്ചസ് അസ്. നമുക്ക് വരാൻ പോകുന്ന ആ ഒരു ഫ്യൂച്ചറിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയില്ല. പ്രിവെൻറ്റ് തടയുക. എവറി മിനിറ്റ് പീപ്പിൾ വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ലൈക്ക് എൻ ആർമി മെൻ വെയിറ്റിംഗ് ഫോർ ദ അറൈവൽ ഓഫ് ദ എനിമി വാർഷിപ്പ്. അപ്പോൾ എല്ലാ നിമിഷവും പീപ്പിൾ വെയിറ്റ് ചെയ്യുന്നത് നെക്സ്റ്റിനാണ്, അടുത്തതിന് വേണ്ടിയിട്ടാണ്. ലൈക്ക് ഒരു ആർമി മെൻ, ഒരു പട്ടാളക്കാരൻ എനിമി വാർഷിപ്പിൻ്റെ അറൈവലിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് പോലെ. എനിമി വാർഷിപ്പ് ശത്രുക്കളുടെ യുദ്ധക്കപ്പൽ. വി ഓൾ ആർ എക്സ്പെക്റ്റിംഗ് അവർ ലൈഫ് ടു ബി ഫിൽഡ് വിത്ത് ഗുഡ് തിങ്സ് ബട്ട് വി ആർ റോങ്. നമ്മളെല്ലാവരും നമ്മുടെ ലൈഫ് ഗുഡായിരിക്കണം എന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ അതങ്ങനെയല്ല. വി ആർ റോങ്, നമ്മൾ തെറ്റാണ്. ഓൺലി വൺ പ്രോമിസ് വിൽ റീച്ച് us like some dark known which moves like a huge bird flying over the sky. ആകാശത്തിന് മുകളിലൂടെ പറക്കുന്ന ഒരു പക്ഷിയെ പോലെ, ഒരു വലിയ പക്ഷിയെ പോലെ മൂവ് ചെയ്യുന്ന, നീങ്ങുന്ന ഒരു ഇരുട്ട് പോലെ ഒരു വാഗ്ദാനം മാത്രമേ, ഒരു പ്രോമിസ് മാത്രമേ നമ്മളിൽ എത്തുകയുള്ളൂ. വൺ വിൽ ഓൾവേസ് ലുക്ക് അറ്റ് ദ പാസ്റ്റ് though he forwards many steps in his future. വൺ വിൽ ഓൾവേസ് ലുക്ക് അറ്റ് ദ പാസ്റ്റ്. ഒരുവൻ എപ്പോഴും ഭൂതകാലത്തിലേക്ക് നോക്കും, പാസ്റ്റിലേക്ക് നോക്കും, കഴിഞ്ഞു പോയ കാലത്തിലേക്ക് നോക്കും. അവൻ തൻ്റെ ഭാവിയിൽ ഒരുപാട് ചുവടുകൾ മുന്നോട്ട് വച്ചിട്ടുണ്ട് എങ്കിലും. അപ്പം
ഒരാൾ അയാളുടെ ഭാവിയിൽ ഒരുപാട് ചുവടുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എങ്കിലും അയാൾ അയാളുടെ പാസ്റ്റിലേക്ക് ഭൂതകാലത്തിലേക്ക് നോക്കും. നെക്സ്റ്റ് റെട്രോസ്പെക്ഷൻ. ദ പോയം ഓപ്പൺസ് വിത്ത് എ നോട്ട് ഓഫ് എക്സ്പെക്റ്റേഷൻ. Number of images like stocks, armada, bulks, flag, etc. are used by the poet to indicate the promises in our life. Rhythmic words like stocks, bucks, long, wrong, tits, its add to the musical effect of the poem. അപ്പോൾ ഇമേജസ് ലൈക്ക് സ്റ്റാക്സ്, അർമഡ, ബാക്സ്, ഫ്ലാഗ് ഈ കാര്യങ്ങളൊക്കെ പ്രോമിസ് എന്നുള്ളതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് പോയറ്റ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ റൈമിംഗ് വേർഡ്സ് ഉള്ളത് സ്റ്റാക്സ്, ബാക്സ്, പിന്നെ ലോങ്, റോങ്, ടിറ്റ്സ്, ഇറ്റ്സ് ഇതൊക്കെയാണ് റൈമിംഗ് വേർഡ്സ്. നെക്സ്റ്റ് ടേംസ് ഇൻ കോമൺ. സ്റ്റാക്സ് നോൺ വുഡി പാർട്ട് ഓഫ് എ പ്ലാന്റ് ദാറ്റ് സപ്പോർട്ട് ഫ്ലവേഴ്സ്, അതായത് തണ്ട് എന്നാണ് മീനിങ്. സ്റ്റാക്സ് നോൺ വുഡി പാർട്ട് ഓഫ് എ പ്ലാന്റ് ദാറ്റ് സപ്പോർട്ട് ഫ്ലവേഴ്സ്. അർമഡ ഓഫ് പ്രോമിസസ് ആൻ അറേ, ഒരു ശ്രേണി, ഒരു കൂട്ടം എന്നൊക്കെയാണ്. ബാൽക്ക് ടു പ്രിവെൻറ്റ്. ഗോൾഡൻ ടിറ്റ്സ് സ്മോൾ സോങ് ബേർഡ്സ്, ചെറിയ സോങ് ബേർഡ് പാടുന്ന പക്ഷി. സ്മോൾ ടിറ്റ് എന്നുള്ളതിന് ഒരുപാട് മീനിങ്സ് ഉണ്ടായിരുന്നു. ചെറിയ കുതിര, ചെറിയ പാടുന്ന പക്ഷി, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു മീനിങ്. എന്തായാലും ആ ഒരു പ്രതിമ, ഒരു കപ്പലിൻ്റെ അണിയത്തിൽ നിർത്തിയിരിക്കുന്ന പ്രതിമയിൽ ഉള്ള ഒരു സംഭവം ആണ്, ഒരു ഡീറ്റെയിലിംഗ് ആണ് അത് പറയുന്നത്. അത് കുതിരയായാലും പക്ഷിയായാലും ഒക്കെ ഓക്കെ. നെക്സ്റ്റ് ആക്ടിവിറ്റീസ്. മാച്ച് ദ റൈമിംഗ് വേർഡ്സ്. ക്ലിയർ, വേസ്റ്റ്, സ്റ്റാക്സ്, സേ, ലാസ്റ്റ്. ഇത് ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പുറത്തെ ഭാഗത്ത് പാസ്റ്റ്, ബ്ലോക്സ്, ഡേ, നിയർ, ഹേസ്റ്റ്. അത് നമുക്കറിയാം. ക്ലിയർ നിയർ, വേസ്റ്റ് ഹേസ്റ്റ്, സ്റ്റാക്സ് ബ്ലോക്സ് അല്ല ബാൽക്സ് ആവും, സേ ഡേ, ലാസ്റ്റ് പാസ്റ്റ്. ആൻറ്റോണിയംസ്. ആൻറ്റോണിയംസ് എന്ന് പറഞ്ഞാൽ വിപരീത പദങ്ങൾ. പാസ്റ്റ് എന്ന് വെച്ചാൽ ഭൂതകാലം, പ്രസൻറ്റ് വർത്തമാനകാലം. പാസ്റ്റിൻ്റെ ആൻറ്റോണിയമാണ്, അതായത് പാസ്റ്റിൻ്റെ വിപരീതം, കഴിഞ്ഞ കാലത്തിൻ്റെ വിപരീതമാണ് ഇപ്പം നടക്കുന്ന കാലം. ഡേ നൈറ്റ്, നിയർ ഫാർ, ടൈനി ലാർജ്, ടൈനി ചെറുത്, ലാർജ് വലുത്. നെക്സ്റ്റ് ട്രൂ ഓർ ഫാൾസ്. ഫിലിപ്പ് ലാർക്കിൻ കോൺട്രിബ്യൂട്ട്സ് ടു ദ സ്കൂൾ മാഗസിൻ അറ്റ് കിങ് ഹെൻറി 8. അത് ട്രൂ ആണ്. നെക്സ്റ്റ് ദ പോയറ്റ് ഫസ്റ്റ് പോയം വാസ് പബ്ലിഷ്ഡ് November 28, 1942. അത് ഫാൾസ് ആണ്. 1940 ആദ്യത്തെ പോയം പബ്ലിഷ് ചെയ്തത്. 1942 ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, അപ്പോൾ ഫാൾസ്. ദ പോയം ഓപ്പൺസ് വിത്ത് എ നോട്ട് ദാറ്റ് പീപ്പിൾ ഓൾവേസ് വെയിറ്റ് ഫോർ ദ ഫ്യൂച്ചർ. അത് ട്രൂ ആണ്. ആളുകളെല്ലായ്പ്പോഴും ഫ്യൂച്ചറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നെക്സ്റ്റ്, ഇൻ ദിസ് പോയം ഓൺലി വൺ പ്രോമിസ് റീച്ചസ് അസ്, എ ഡാർക്ക് നോൺ ലൈക്ക് എ ഹ്യൂജ് ബേർഡ് ഫ്ലൈയിങ് ഓവർ ദ സ്കൈ. അത് ഈ ഒരു ഔട്ട്ലൈൻ സ്കെച്ചിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ട്രൂ ആണ്. നെക്സ്റ്റ്, ട്രൈ ആൻസറിങ് ഇൻ 100 words. വാട്ട് ഈസ് എവ്രി വൺ വെയിറ്റിംഗ് ഫോർ? നമുക്കറിയാം ഫ്യൂച്ചറാണ്, അപ്പോൾ ഈ കാര്യങ്ങൾ 100 words പറയാനാകുമ്പോൾ കുറച്ചൊരു എസ് ടൈപ്പിൽ എഴുതണം. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഷിപ്പ് ഇൻ ദ ലാസ്റ്റ് സ്റ്റാൻസ? അത് ഓൺലി വൺ ഷിപ്പ് സീക്കിങ് അസ്, ഒരു കപ്പൽ മാത്രമേ നമ്മൾ തേടി വരുള്ളൂ. അത് ഒരു വാഗ്ദാനമായിട്ടാണ്, ഒരു പ്രോമിസ്, ഒരു വാഗ്ദാനം മാത്രമേ നമ്മളെ തേടി വരുള്ളൂ എന്ന് പറയുന്നില്ലേ അത്. ലിസ്റ്റ് ഔട്ട് ദ ഇമേജസ് യൂസ്ഡ് ഇൻ ദിസ് പോയം. ഇമേജസ് സ്റ്റാക്സ്, അർമഡ, ബാൽക്സ്, ഫ്ലാഗ് എക്സെട്ര ആർ യൂസ്ഡ് ബൈ ദ പോയറ്റ് ടു ഇൻഡിക്കേറ്റ് ദ പ്രോമിസസ് ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിലുള്ള പ്രോമിസസ്, വാഗ്ദാനങ്ങൾ ഇൻഡിക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്തതാണ് ആ ഇമേജസ് ഒക്കെ. നെക്സ്റ്റ്, കളക്ട് യുവർ ഐഡിയാസ് ആൻഡ് എക്സ്പ്രസ് ഇറ്റ് ഇൻ 200 words. എവറി മിനിറ്റ് പീപ്പിൾ വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ്, ഗിവ് യുവർ കമൻറ്റ്. ഏത് നിമിഷവും പീപ്പിൾ വെയിറ്റ് ചെയ്യുന്നത് നെക്സ്റ്റിന് വേണ്ടിയിട്ടാണ്, അടുത്തതിന് വേണ്ടിയിട്ടാണ്. ഗിവ് യുവർ കമൻറ്റ്, നിങ്ങളുടെ കമൻറ്റ് ചെയ്യാനാണ്. അത് ശരിയാണ്. നമ്മൾ ഇപ്പോൾ എന്താണെന്നുള്ളതല്ല, നമ്മൾ നെക്സ്റ്റിന് വേണ്ടിയിട്ട്, നമ്മൾ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് എന്തായിരിക്കും ഇനി അടുത്ത് സംഭവിക്കുക, അങ്ങനെയുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ടൂ ഈഗറാണ്. ഈ പോയത്തിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ നമ്മൾ ഒരുപാട് ആകാംക്ഷയുണ്ട് നമുക്ക്, എന്താണ് ഇനിയിപ്പോൾ അടുത്ത് സംഭവിക്കുക, ഈ ഒരു നിമിഷത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്നല്ല, അടുത്ത് എന്ത് സംഭവിക്കും എന്നുള്ളത് അറിയാനാണ് നമുക്ക് കൂടുതലൊരു ആകാംക്ഷയുള്ളത്. ട്രേസസ് ഓഫ് ഡിസപ്പോയിൻമെൻറ്റ് എക്സ്പ്ലെയിൻ.
നിരാശയുടെ അടയാളങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. അതെന്തെന്ന് വെച്ചാൽ ചില സമയത്ത് നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് അത് നിരാശയിൽ കൊണ്ടെത്തിക്കും. ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യമാണ് ചോദിക്കുന്നത്. അപ്പോൾ ഫിലിപ്പ് ലാർക്കിൻ്റെ നെക്സ്റ്റ് പ്ലേസ് എന്നുള്ള ഈ ഒരു ലെസണും ഈ ഒരു പോയവും നമ്മുടെ കഴിഞ്ഞു. മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ താങ്ക് യു.